ഞാൻ ഇന്നൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഈ സുധിക്ക് ഗിഫ്റ്റ് കാണിക്കുന്നത് മാത്രമുള്ളല്ലോ എന്ന്. ഈ ഗിഫ്റ്റ് നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടും സ്നേഹം കൊണ്ടും കിട്ടിയൊരു ഗിഫ്റ്റാണ്. എല്ലാവർക്കും ഒരു 3 വർഷം 2 വർഷം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ കിട്ടണമെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം 1 മാസം കൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. ആ 1 മാസം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സാധനമായിട്ടാണ് ഞാൻ കരുതുന്നത്. വേറൊന്നുമല്ല. നമുക്ക് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. ഇന്നലെയാണിത് വന്നത്. സത്യം പറയും സാധനം കണ്ടപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി, നെഞ്ചു പൊട്ടണ പോലെയൊക്കെ തോന്നി. ഇതാണ് സാധനം. എൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സുധിമോൾ MC എന്നുള്ള പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും തന്നെ ഇത് കാണിക്കുമ്പോൾ ഇതിന് ഭയങ്കര ഇതിലൊക്കെ കാണിക്കും, ഭയങ്കര പ്രകടനമൊക്കെ നടത്തി കാണിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും കാണിക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെയാണ് കാണിക്കാൻ അറിയാമുള്ളൂ. പിന്നെ ഇതെനിക്ക് കിട്ടാൻ കാരണമായത് നിങ്ങളെല്ലാവരും ഓരോരുത്തരുമാണ് കേട്ടോ. അത് ഞാൻ മരണം വരെ മറക്കൂല. എപ്പോഴും നന്ദിയുള്ളവളായിരിക്കും ഞാൻ. എല്ലാവരും എനിക്ക് കമൻറ്റൊക്കെ പറയുന്നത് കേട്ടു. അത് സ്നേഹം കൊണ്ടുള്ള കമൻറ്റാണ് അവർ പറയണത്. സുധിമോളെ എല്ലാവരെയും പോലെ സുധിമോള് ഈ താഴ്ന്ന നിലയിൽ നിന്ന് കയറി വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നതിന് ശേഷം കുറച്ചായിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വഭാവം മാറിപ്പോലെ മോളെ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, മുമ്പോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ മനോരമയുടെ ഫ്ലോറിൽ ചെന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ നടന്ന കഷ്ടപ്പാടും ദുരിതവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. എൻ്റെ മനസ്സിൽ വന്ന വഴി ഞാൻ ഒരിക്കലും മറക്കൂല. അത് ഒരാൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മരണം വരെ ഓർത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അത്. ഇതിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇച്ചാത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവരുടെ ഭിത്തിയിൽ ഇതിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ അടിച്ചിട്ട് അവരുടെ ഭിത്തിയിൽ ഇങ്ങനെ ഇരിക്കണം കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്നതാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് 100K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കഴിയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പം മുതൽ ആ ഭിത്തി ഇരിക്കുമ്പോൾ ഞാൻ എപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നാലും ഈ സാധനം അവർ ആ വിഷയെ നോക്കും. ആ സാധനം എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100-110 ക്രെഡിറ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ്. കാരണം ഞാൻ എല്ലാവർക്കും ഇത് ഒത്തിരി നാളുകൊണ്ട് കിട്ടുന്നതാണെങ്കിൽ എനിക്കിത് 1 മാസം കൊണ്ടാണ് കിട്ടിയത്. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ്. കാരണം ഞാൻ ചാനൽ തുടങ്ങി അതിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ തുടങ്ങി എൻ്റെ 6-7 ദിവസം ആയപ്പോൾ തന്നെ 130K സബ്സ്ക്രൈബേഴ്സായി എനിക്ക്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുക ഇപ്പോൾ എന്നെ ഈ ലോകത്ത് എന്തോരം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടെന്നും സപ്പോർട്ട് ചെയ്യണമെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും എല്ലാവരുടെ അടുത്തും. എന്ത് തെറ്റുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യത്തിലാണേലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകളിലാണേലും ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിയിലാണേലും എന്ത് തെറ്റുണ്ടെങ്കിലും എനിക്ക് നിങ്ങൾ കമൻറ്റിൽ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരുള്ളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, കമൻറ്റിൽ കൂടെ എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരണം. കാരണം എനിക്ക് 32 വയസ്സായി. ഞാൻ ഇത്ര ഓണം തിന്നല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മൂളം എനിക്ക് വരുന്നതുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു കമൻറ്റ് ഇന്നലെ ഞാൻ കണ്ടായിരുന്നു എൻ്റെ വീഡിയോയുടെ അടിയിൽ, സുധിമോളെ സംസാരിക്കുന്ന രീതി നോക്കണം, ഇത് ഇത്ര വലിയൊരു ഇതിലോട്ട് ഇടുന്നതല്ലേ, അപ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായിരിക്കും. കാരണം എനിക്ക് വാ പോയ കോടാലി എന്നൊക്കെ പറയുമ്പോഴത്തെ നാവാണ്. എന്താണ് എവിടെയാണ് എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളത് കമൻറ്റിൽ കൂടെ തന്നെ അറിയിക്കണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ എനിക്ക് അയക്കുക, അതൊന്നും പ്രശ്നമില്ല. പിന്നെ എനിക്കൊരു ബാഡ് കമൻറ്റ് വന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ വലിച്ചിഴക്കരുതെന്നും പറഞ്ഞൊരു ബാഡ് കമൻറ്റ് വന്നു. അതിനെതിരെയല്ല, അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്നിട്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ ഇൻസ്റ്റയിലാണേലും യൂട്യൂബിലാണേലും ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഇട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് ജെനുവിനാണെന്ന് മനസ്സിലായി നിങ്ങൾ എനിക്ക് വേണ്ടി വീഡിയോ ഇട്ടതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ ഇത് എൻ്റെ
നിങ്ങളുടെ സാധനം എൻ്റെ കൈ കിട്ടിയതാണ്. നിങ്ങൾ പ്രേക്ഷകർ കാരണമാണ് എനിക്കിത് കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇതൊന്നും കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, ഞാനൊരു നല്ല നിലയിലൊക്കെ എത്തുന്നത്. എപ്പോഴും പറയുമായിരുന്നു എൻ്റെ അമ്മച്ചി, നീ രക്ഷപ്പെടും മാന, നീ രക്ഷപ്പെടുമെന്ന്. പക്ഷേ ഈ രക്ഷപ്പെട്ട് വരുന്നത് കാണാൻ എൻ്റെ അമ്മ എനിക്ക് കൂടെ ഇല്ലാതായി പോയി. അതൊരു ഭയങ്കര വിഷമമാണ് കേട്ടോ. കാരണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. ഇതൊന്നും കാണാനും കേൾക്കാനും അമ്മച്ചി ഇല്ലാതായിപ്പോയി. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എൻ്റെ കൂടെ എനിക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എനിക്ക് അമ്മയില്ലെങ്കിൽ കൂടി എനിക്ക് ഒത്തിരി അമ്മമാരും ആൾക്കാരും ഉണ്ട് കേട്ടോ. അതിലെല്ലാവരും സന്തോഷിക്കും എനിക്കറിയത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കാണുമ്പോൾ. എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയുള്ളൂ. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ വെച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നേക്കണേ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായിപ്പോയ കാര്യം വേറെ ഒന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് മഴവിൽ മനോരമയിൽ പോയി പ്രോഗ്രാം ചെയ്തൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ നമ്മുടെ സിനിമാ നടിയുമാണ്, സീരിയൽ നടിയാണ്, നമ്മുടെ സിനിമ ഫീൽഡിൽ ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ജീജ സുരേന്ദ്രൻ എന്ന് പറയുന്ന മേഡം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചു, സുധിമോളെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ, ഞാൻ സുധിമോളെ എല്ലാ പ്രോഗ്രാമും കാണാറുണ്ട്, ഞാൻ സുധിമോളുടെ ഒരു ഫാനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജീജ സുരേന്ദ്രൻ എന്ന് പറയുന്ന നടി എൻ്റെ ഫാനാണെന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം പരിസരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്രത്യക്ഷമായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം വിളിച്ച് ചോദിച്ചു, സുധിമോളെ എന്തായി കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് 1.5 സെൻറ്റ് മേടിക്കാനുള്ള സ്ഥലത്തിന് പൈസ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വോയിസ് വിടണേ, സ്ഥലം കാണാൻ പോയിട്ട് വരുമ്പോൾ ഒരു വോയിസ് ഇടണം കേട്ടോ മോളെ, അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ചെയ്ത് തരണം, എൻ്റെ അടുത്ത് എനിക്കിതൊക്കെ അറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോയിസ് വിട്ടിട്ട് ചേച്ചി കേൾക്കാത്തതുകൊണ്ട് ഞാനത് വീഡിയോ ആക്കി ഇട്ടു. വീഡിയോ ആക്കി ഇട്ടതും കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അത് രണ്ടും അവർ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അപ്രത്യക്ഷമായിട്ട് യൂട്യൂബിലൊന്ന് കയറി നോക്കിയപ്പോൾ സമയത്ത് എനിക്ക് വേണ്ടി ജിജ ചേച്ചി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കതിൽ ഒത്തിരി അഭിമാനവും സന്തോഷവും തോന്നി. കാരണം എന്നെപ്പോലെ ഏഴായിട്ട് ഒരാളാണ് ഞാൻ. കാരണം അത്രയും സിനിമാ ഫീൽഡിൽ ഇത്ര ഉയർന്നു നിൽക്കുന്ന ഒരാൾ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ മേലാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ എല്ലാവരും പറയും ഞാൻ സുധി സെലിബ്രിറ്റിയുടെ ഒരു മൂളയൊന്നും എനിക്ക് വരാറില്ല. ഞാൻ ഇന്നും ഇപ്പോഴും ഞാൻ ഈ നടക്കുന്നതൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ ഏത് കോലത്തിലാണ് നടക്കുന്നത്. നമ്മൾ ആ രീതിയിൽ എനിക്ക് എന്തോ മനസ്സ് വരുന്നില്ല അങ്ങോട്ട്. ഞാൻ ഇത്രയും ജനങ്ങൾ അറിയുന്ന ഒരാളാണെന്ന് തന്നെ, അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലോട്ട് കയറുന്നത്. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നോ ആ രീതിക്ക് തന്നെയാണ് എൻ്റെ മനസ്സ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാൻ വളർന്നതാട്ടോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാട്ടോ ഒന്നും എനിക്ക് ചിന്തയില്ല. എനിക്ക് ദൈവം തന്നൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ജീവിതത്തിൽ കരുതുന്നത്. കാരണം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അപ്പോൾ ജിജ ചേച്ചി ഇങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി അവർ എന്നെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വീഡിയോ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു. അതിന് എനിക്ക് ജിജ ചേച്ചി ഒത്തിരി നന്ദിയുണ്ട്. കാരണം അവരൊക്കെ ഒത്തിരി വലിയ വലിയ ആൾക്കാരോട് കോൺടാക്റ്റ് ഉള്ള ആളല്ലേ. അപ്പോൾ അങ്ങനെ ഒരാൾ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം അവരങ്ങനെ സപ്പോർട്ട് ചെയ്തത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. കാരണം ഞാൻ ഒന്നുമല്ലാതെ നിലം പൊത്തി കിടക്കുന്നൊരു പുഴുവായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഒരാളെ സഹായിക്കാനായിട്ട് അവർ മുൻകൈ എടുത്തതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുന്നു. ഞാൻ കൈകൂപ്പി നന്ദി പറഞ്ഞു ജിജ ചേച്ചിയോട്. ഒത്തിരി താങ്ക് യു. ഇനി ഈ ചാനൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നവരായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.